Hi everyone, I am Shamir. Welcome back. Learn English through reading newspaper. Reading newspapers will help you in your English learning journey. Reading newspapers really important for improving your English speaking skills. Please watch the video till the end. Definitely this video will help you to learn English. Take strict action. സ്ട്രിക്റ്റ് എന്നാൽ കർശനമായിട്ടുള്ള ആക്ഷൻ നടപടി എടുക്കുക. ടേക്ക് എന്നാൽ എടുക്കുക, കർശനമായിട്ടുള്ള നടപടി എടുക്കുക. എഗെയിൻസ്റ്റ് എന്നാൽ എതിരായി. മിസ്കണ്ടക്റ്റ് എന്നാൽ അർത്ഥം ദുർഭരണം, അപമര്യാദ, ഇതൊക്കെയാണ് അർത്ഥം. ദുസ്വഭാവം. പോലീസ് മിസ്കണ്ടക്റ്റ്, പോലീസിൻ്റെ ദുസ്വഭാവം. അതിനെതിരെ ശക്തമായ കർശനമായിട്ടുള്ള നടപടി എടുക്കുക. കേരള ഹൈക്കോടതിയാണ് പറയുന്നത് എന്താണ്, അപമര്യാദയായിട്ടുള്ള മോശം ദുസ്വഭാവമുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി എടുക്കുക. കൊച്ചി, ദ ഹൈക്കോർട്ട് ഹാസ് ഡയറക്റ്റ് എന്നാൽ ഇവിടെ അർത്ഥം നിർദ്ദേശിക്കുക എന്നാണ് അർത്ഥം. ഹൈക്കോർട്ട് ഹാസ് ഡയറക്റ്റഡ്, ഹൈക്കോടതി നിർദ്ദേശിച്ചു ദ സ്റ്റേറ്റ് പോലീസ് ചീഫ്, സംസ്ഥാന പോലീസ് മേധാവിയോട്. ചീഫ് എന്നാൽ മേധാവി. സംസ്ഥാനത്തിലെ പോലീസ് മേധാവിയോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു. ടു എൻഷുർ എന്നാൽ ഉറപ്പുവരുത്തുക, സംരക്ഷിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ടു എൻഷുർ ഉറപ്പുവരുത്താൻ വേണ്ടി. സ്ട്രോങ് ആക്ഷൻ കർശനമായിട്ടുള്ള നടപടി. എഗെയിൻസ്റ്റ് എതിരായിട്ട്. ദ മിസ്കണ്ടക്ട് പോലീസ് ഒഫീഷ്യൽസ്. കേരള ഹൈക്കോടതി സംസ്ഥാന പോലീസ് മേധാവിയോട് നിർദ്ദേശിച്ചു അപമര്യാദയായിട്ട് പെരുമാറുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായിട്ടുള്ള നടപടിയെടുക്കാൻ, ആ നടപടി എടുക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ കേരള ഹൈക്കോടതി പോലീസ് മേധാവിയോട് നിർദ്ദേശിച്ചു. DGP ഷെയ്ഖ് ദർവാസ് സാഹിബ്. അദ്ദേഹം DGP അപ്പിയേർഡ് ഹാജരായി ഓൺലൈൻ ഇൻ ദ കോർട്ട്. DGP കോടതിയിൽ ഹാജരായി, ഓൺലൈനിലൂടെ ഹാജരായി. അദ്ദേഹത്തോട് വാസ് ടോൾഡ് എന്നാൽ പറഞ്ഞു. ബൈ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അദ്ദേഹത്തോട് പറഞ്ഞു ദാറ്റ് കൊളോണിയൽ സ്റ്റൈൽ കനോട്ട് ബി അലൗഡ്. കൊളോണിയൽ എന്നതിന് ഇവിടെ അർത്ഥം മര്യാദയില്ലാത്ത എന്നാണ് അർത്ഥം. പരുക്കനായ, മര്യാദയില്ലാത്ത രീതി. കനോട്ട് ബി അലൗഡ്, അത് അനുവദിക്കപ്പെടാൻ സാധിക്കുകയില്ല. ആൻഡ് ദ സുപ്രീം വാല്യൂസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ മസ്റ്റ് ബി പ്രൊട്ടക്റ്റഡ്. സുപ്രീം വാല്യൂസ് എന്നാൽ മഹത്തായ മൂല്യങ്ങൾ. ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയുടെ മഹത്തായ മൂല്യങ്ങൾ മസ്റ്റ് ബി പ്രൊട്ടക്റ്റഡ്, അത് തീർച്ചയായിട്ടും സംരക്ഷിക്കപ്പെടണം. ഹൈക്കോടതി ജസ്റ്റിസ് ഇതാണ് DGPയോട് പറഞ്ഞത്. എന്താണ്? കൊളോണിയൽ സ്റ്റൈൽ, മര്യാദയില്ലാത്ത രീതി അനുവദിക്കപ്പെടാൻ സാധിക്കുകയില്ല. ഭരണഘടനയുടെ മഹത്തരമായ മൂല്യങ്ങൾ തീർച്ചയായിട്ടും സംരക്ഷിക്കപ്പെടുകയും ചെയ്യണം. ദ കോടതി പോയിന്റഡ് ഔട്ട് ചൂണ്ടിക്കാട്ടി. ഇത് കോടതി ചൂണ്ടിക്കാട്ടി. വൈൽ കൺസിഡറിങ് പരിഗണിക്കുന്നതിനിടയിൽ, ഈ കേസ് പരിഗണിക്കുന്നതിനിടയിൽ. കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് പെറ്റീഷൻസ്. കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്നാൽ കോർട്ടലക്ഷ്യം എന്നാണ് അർത്ഥം. നീതിസഭയെ അവഹേളിക്കൽ. പെറ്റീഷൻ എന്നാൽ ഹർജി. ആ ഹർജി പരിഗണിക്കുന്നതിനിടയിൽ, ആ കേസ് പരിഗണിക്കുന്നതിനിടയിലാണ് ഇത് കോടതി ചൂണ്ടിക്കാട്ടിയത്. റിലേറ്റഡ് എന്നാൽ ബന്ധപ്പെട്ട്, അതുമായി ബന്ധപ്പെട്ട്. റിലേറ്റഡ് ടു SI മിസ്ബിഹേവിയർ. സബ് ഇൻസ്പെക്ടറുടെ മിസ്ബിഹേവിയർ എന്നാൽ മര്യാദഘട്ട പെരുമാറ്റം. SIയുടെ സബ് ഇൻസ്പെക്ടറുടെ മര്യാദഘട്ട പെരുമാറ്റം. ടുവേർഡ്സ് എന്നാൽ നേർക്ക്. ആർക്ക് നേർക്ക്? എ ലോയർ, ഒരു അഭിഭാഷകന് നേർക്കുള്ള സബ് ഇൻസ്പെക്ടറുടെ മോശമായിട്ടുള്ള പെരുമാറ്റം, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹർജി, അത് പരിഗണിക്കുന്നതിനിടയിലാണ് കോടതി ഇത് ചൂണ്ടിക്കാട്ടിയത്. ഹൂ കെയിം ടു ദ സ്റ്റേഷൻ ഇൻ ആലത്തൂരിലെ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന അഭിഭാഷകൻ, അദ്ദേഹത്തിന് നേർക്ക് SI വളരെ മോശമായിട്ട് പെരുമാറി. ആ കേസ് കോടതിയിൽ നടക്കുന്നതിനിടയിലാണ് കോടതി ഇത് പറഞ്ഞത്. ദ റെപ്യൂട്ടേഷൻ എന്നാൽ പ്രശസ്തി, കീർത്തി, മതിപ്പ്,
ഇതൊക്കെയാണ് അർത്ഥം. ദ റെപ്യൂട്ടേഷൻ ഓഫ് ദ പോലീസ് ഫോഴ്സ്. പോലീസ് സേനയുടെ മതിപ്പ്, പോലീസ് സേനയെ പറ്റിയിട്ടുള്ള മതിപ്പ് ബീയിങ് ലോസ്റ്റ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ഓഫ് കാരണം ഐസൊലേറ്റഡ് ഇൻസിഡൻസ്. ഐസൊലേറ്റഡ് എന്നാൽ ഒറ്റപ്പെട്ട, ഇൻസിഡൻസ് എന്നാൽ സംഭവങ്ങൾ. ഇത്തരത്തിലുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ കാരണം പോലീസ് സേനയെ പറ്റിയിട്ടുള്ള മതിപ്പ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദർ ഈസ് നോ പോയിൻറ്റ്. ദർ ഈസ് നോ പോയിൻ്റ് എന്നാൽ കാര്യമില്ല. ഇൻ ഇഷ്യൂവിങ് പുറപ്പെടുവിക്കുന്നതിൽ. സർക്കുലർ എന്നാൽ വിജ്ഞാപനം. അലോൺ എന്നാൽ മാത്രമായി. സർക്കുലറുകൾ പുറപ്പെടുവിക്കുന്നതിൽ, വിജ്ഞാപനങ്ങൾ പുറപ്പെടുവിക്കുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല. സ്ട്രിക്റ്റ് ആക്ഷൻ ഈസ് റിക്വയേർഡ്. റിക്വയർ എന്നാൽ ആവശ്യമാവുക. സ്ട്രിക്റ്റ് ആക്ഷൻ എന്നാൽ കർശനമായിട്ടുള്ള നടപടി. സ്ട്രിക്റ്റ് ആക്ഷൻ ഈസ് റിക്വയേർഡ്. കർശനമായിട്ടുള്ള നടപടി ആവശ്യമാണ്. എന്തൊക്കെയാണ് പറയുന്നത്? ഇത്തരത്തിലുള്ള സംഭവങ്ങൾ, ഒറ്റപ്പെട്ട സംഭവങ്ങൾ പോലീസ് സേനയുടെ മതിപ്പ് ഇല്ലാതെയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉത്തരവുകൾ മാത്രം പുറപ്പെടുവിക്കുന്നത് കൊണ്ട് കാര്യമില്ല. ശക്തമായിട്ടുള്ള നടപടി ആവശ്യമാണ്. ദ അക്യൂസ്ഡ് പോലീസ് ഒഫീഷ്യൽസ്. ആരോപണ വിധേയരായിട്ടുള്ള, അക്യൂസ്ഡ് എന്നാൽ ആരോപണ വിധേയരായിട്ടുള്ള പോലീസ് ഒഫീഷ്യൽസ്, പോലീസ് ഉദ്യോഗസ്ഥർ സെഡ് ദാറ്റ് പറഞ്ഞു. ഇറ്റ് വാസ് എ സഡൻ പ്രൊവക്കേഷൻ. പ്രൊവക്കേഷൻ എന്നാൽ പ്രകോപനം എന്നാണ് അർത്ഥം. ഇതൊരു പെട്ടെന്നുള്ള പ്രകോപനമായിരുന്നു. ആരോപണ വിധേയരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞതാണ്. ഇതൊരു പെട്ടെന്നുള്ള പ്രകോപനമായിരുന്നു. ദേ ഷുഡ് മോഡൽ സോൾജിയേഴ്സ്. അവർ സൈനികരെ മാതൃകയാക്കണം. ആൻഡ് ലേൺ റിസ്ട്രെയിൻഡ്. റിസ്ട്രെയിൻഡ് എന്നാൽ നിയന്ത്രിച്ചു നിർത്തൽ. അവർ നിയന്ത്രിച്ചു നിർത്തണം. അവരെ നിയന്ത്രിച്ചു നിർത്താൻ പഠിക്കണം. ദ കോർട്ട് ഒബ്സേർവ്ഡ്. കോടതി നിരീക്ഷിച്ചു, കോടതി പറഞ്ഞു. ദ മാറ്റർ വിൽ ബി കൺസിഡേർഡ്. ഈ കാര്യം പരിഗണിക്കപ്പെടും. എഗെയിൻ ആഫ്റ്റർ 3 വീക്സ്. എഗെയിൻ എന്നാൽ വീണ്ടും. എഗെയിൻ ആഫ്റ്റർ 3 വീക്സ്. 3 ആഴ്ചകൾക്ക് ശേഷം ഈ കാര്യം വീണ്ടും പരിഗണിക്കപ്പെടും. സ്ട്രിക്റ്റ് ആക്ഷൻ കർശനമായ നടപടി. ഡി ജി പി ആണ് പറയുന്നത്. കർശനമായിട്ടുള്ള നടപടി എടുക്കുന്നുണ്ട്. ദ ഡി ജി പി ഇൻഫോംഡ്. ഡി ജി പി അറിയിച്ചു. ദാറ്റ് ദ കംപ്ലയിൻസ്റ്റ് പരാതികൾ. ദ കംപ്ലയിൻസ് എഗെയിൻസ്റ്റ് എതിരായിട്ടുള്ള പരാതികൾ. ദ പോലീസ് ഓഫീസേഴ്സ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് എതിരായിട്ടുള്ള പരാതികൾ. ആർ ബീയിങ് ഇൻവെസ്റ്റിഗേറ്റഡ് അവകൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആൻഡ് സ്ട്രിക്റ്റ് ഡിസിപ്ലിനറി ആക്ഷൻ ഈസ് ബീയിങ് ടേക്കൺ. ഡിസിപ്ലിനറി എന്നാൽ അച്ചടക്കം സംബന്ധിച്ച ശിക്ഷണപരമായ, ഇതൊക്കെയാണ് അർത്ഥം. കർശനമായ ശിക്ഷണപരമായിട്ടുള്ള നടപടികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ബീയിങ് ടേക്കൺ എന്നാൽ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായിട്ടുള്ള പരാതികൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. കർശനമായിട്ടുള്ള ശിക്ഷാ നടപടികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ദർ വെർ മെസ്സേഴ്സ് നടപടികളുണ്ട്. ഇൻക്ലൂഡിങ് ഡിസ്മിസൽ. ഡിസ്മിസൽ എന്നാൽ ഉദ്യോഗത്തിൽ നിന്നും സ്ഥിരമായിട്ട് നീക്കം ചെയ്യൽ. ഇൻക്ലൂഡിങ് എന്നാൽ അതടക്കം. ജോലിയിൽ നിന്നും, ഉദ്യോഗത്തിൽ നിന്നും സ്ഥിരമായിട്ട് നീക്കം ചെയ്യലടക്കം ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ട്. എക്സ്പ്ലനേഷൻ ഹാസ് ബീൻ സോട്ട് ഫ്രം ദ ട്രാൻസ്ഫേർഡ് SI റനീഷ് ഇൻ ദ ആലത്തൂർ ഇൻസിഡൻറ്റ്. എക്സ്പ്ലനേഷൻ എന്നാൽ വിശദീകരണം. എക്സ്പ്ലനേഷൻ ഹാസ് ബീൻ സോട്ട് വിശദീകരണം തേടിയിട്ടുണ്ട്. ഫ്രം ദ ട്രാൻസ്ഫേർഡ് SI റനീഷ് സ്ഥലം മാറ്റിയിട്ടുള്ള SI റനീഷിനോട് വിശദീകരണം തേടിയിട്ടുണ്ട്. ഇൻ ദ ആലത്തൂർ ഇൻസിഡൻറ്റ് ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ നടന്ന ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എന്താണ് ഈ SI റനീഷിനോട് വിശദീകരണം തേടിയിട്ടുണ്ട്. ഹി സെഡ് അദ്ദേഹം പറഞ്ഞു. DGP പറഞ്ഞു. ദ ബാർ അസോസിയേഷൻ ആർഗ്യൂഡ് ദാറ്റ് നോ സീരിയസ് ആക്ഷൻ വാസ് ടേക്കൺ അഗെയിൻസ്റ്റ് റനീഷ്. ദ ബാർ അസോസിയേഷൻ ആർഗ്യൂഡ് എതിര് പറഞ്ഞു അല്ലെങ്കിൽ വാദിച്ചു. ദാറ്റ് നോ സീരിയസ് ആക്ഷൻ വാസ് ടേക്കൺ അഗെയിൻസ്റ്റ് റനീഷ്. റനീഷിന് എതിരായിട്ട് നടപടി എടുത്തിട്ടില്ല, കർശനമായിട്ടുള്ള നടപടി എടുത്തിട്ടില്ല എന്ന് ബാർ അസോസിയേഷൻ വാദിച്ചു. എ പോയിന്റ് വാസ് മെയ്ഡ് ഇൻ കോർട്ട്. കോടതിയിൽ ഒരു കാര്യം കൂടെ
പറഞ്ഞു ദാറ്റ് ദർ ആർ 2 അതർ കംപ്ലയിൻറ്റ്സ്, മറ്റ് 2 പരാതികൾ കൂടി ഉണ്ട്, എഗെയിൻസ്റ്റ് ഹിം, അദ്ദേഹത്തിന് എതിരായിട്ട്, ഫോർ മിസ്കോണ്ടക്റ്റ്, അപമര്യാദയായിട്ട് പെരുമാറിയതിന് എതിരെ. അത്തരത്തിലുള്ള 2 പരാതികൾ കൂടി അദ്ദേഹത്തിന് എതിരായിട്ട് ഉണ്ട്. ഇതും കോടതിയിൽ ബോധിപ്പിച്ചു.